ഒമ്പതാമത്തെ പോയിന്റ്, റിലേറ്റീവ് ഇൻകം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ആബ്സല്യൂട്ട് ഇൻകം. എപ്പോഴാണോ നമ്മുടെ ഇൻകത്തെ നമ്മൾ റിലേറ്റീവായിട്ട് കാണാൻ ആരംഭിക്കുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നിരവധി സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ റുപ്പീസിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. അതേ വിഷയത്തെ നിങ്ങൾ ഡോളറിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫോർ എക്സാമ്പിൾ, പേഴ്സൺ എയുമുണ്ട്, പേഴ്സൺ ബിയുമുണ്ട്. പേഴ്സൺ എ എന്നത് ഒരു മാസത്തേക്ക് $10,000 സമ്പാദിക്കുന്നു എന്നിരിക്കട്ടെ. US അദ്ദേഹം ഇരിക്കുന്നത്. പേഴ്സൺ ബി ഒരു മാസം $6,000 സമ്പാദിക്കുന്നു. അദ്ദേഹം ഇന്ത്യയിലാണുള്ളത്. പേഴ്സൺ എ US താമസിക്കുന്നത് കാരണം അവരുടെ എക്സ്പെൻസും ഡോളറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10,000 അവർ സമ്പാദിച്ചാലും അവിടുത്തെ ചെലവ് കഴിഞ്ഞ് 5,000 കയ്യിലുണ്ടാവൂ. എന്താണ് കാരണം? അവരുടെ ഇൻകമും ഡോളറിലാണ്, അവരുടെ എക്സ്പെൻസും ഡോളറിലാണ്. എന്നാൽ പേഴ്സൺ ബി ആകട്ടെ $6,000 മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം താമസിക്കുന്നത് ഇന്ത്യയിലായതിനാൽ അദ്ദേഹത്തിന്റെ ചെലവുകൾ നടക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലാണ്, ഡോളറിലല്ല. അതായത് അവർ ഭക്ഷണം കഴിക്കുന്നത്, താമസിക്കുന്നത്, ജീവിതത്തിന്റെ മറ്റു ചിലവുകൾ എല്ലാം ഇന്ത്യൻ റുപ്പീസിലാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. മണി വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെ അപേക്ഷിച്ച് 65 മടങ്ങ് കുറവായാണ് നിൽക്കുന്നത്. $6,000 അവർ ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ ഡോളറിന്റെ കണക്ക് പ്രകാരം അവർ ചെലവഴിച്ചത് കേവലം $100 മാത്രമാണ്. അവരുടെ കയ്യിൽ ഇനിയും $5,900 സേവിംഗ് ആയി ഇരിക്കുന്നുമുണ്ട്. നമുക്കറിയാമല്ലോ, കറൻസി ഡിഫറൻസ് എന്നൊന്നുമുണ്ട്. ഈ കറൻസി ഡിഫറൻസിനെ എത്ര സ്മാർട്ടായി ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും സ്മാർട്ടായി നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ഏണിങ്സ് ഹയർ വാല്യൂയിലുള്ള കറൻസിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ ലോവർ വാല്യൂയിലുള്ള കറൻസിയിലാകുമ്പോൾ നമ്മുടെ സേവിങ്സ് നോർമലായി കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ സമയം ലാഭമാക്കി അതിനുശേഷം ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയേക്കാൾ കറൻസി വാല്യൂ കുറവായിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കും. അതുപോലെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് കുറയും. ഇതുപോലെ നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഇതിനെ റിലേറ്റീവായിട്ട് നിങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇൻകത്തെ അധികരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങളുടെ ഇൻകത്തെ നിങ്ങൾ ഒരു നമ്പറായി മാത്രം കാണാതെ നിങ്ങളുടെ ഇൻകത്തെ നിങ്ങൾ സമയത്തിനോട് ചേർത്ത് വെച്ചും അതുപോലെ മണി വാല്യൂവിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടും കണക്ക് കൂട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകം അധികരിക്കുവാനുള്ള ട്രിക്കുകൾ കിട്ടുകയുള്ളൂ. 10ാമത്തെ പോയിന്റ്, നോട്ട് ആൾ സ്ട്രെസ് ഈസ് ബാഡ്. 2 തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് ഉള്ളത്, ഡിസ്ട്രെസ് ആൻഡ് യൂസ്ട്രെസ്. ഡിസ്ട്രെസ് എന്ന് വെച്ചാൽ അത് കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അത് നിങ്ങളെ വീക്കാക്കും, നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. ഒരുപാട് പേർ നിങ്ങൾക്ക് നെഗറ്റീവ് ക്രിറ്റിസിസം നൽകിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രെസ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഈ നെഗറ്റീവ് സ്ട്രെസ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്തേ കഴിയൂ. കാരണം ഇത് നമ്മളെ സൈക്കോളജിക്കലി വളരെയധികം തളർത്തുന്ന വിഷയമാണ്. എന്നാൽ സ്ട്രെസ്സിന് ഒരു പോസിറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആരും തന്നെ സംസാരിക്കാറില്ല എന്നതാണ് സത്യം. നമ്മൾക്ക് റോൾ മോഡലുകൾ ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങൾക്കൊരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പോലെ ആകണം എന്ന ആഗ്രഹവും ഉണ്ടാകും. അവരെ പോലെ ആകണമെന്ന ആഗ്രഹം ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ഇതിന് റോൾ മോഡൽ വേണമെന്നില്ല. നിങ്ങൾക്കൊരു ബേണിംഗ് ഡിസയർ ഒരു ബേണിംഗ് ആംബിഷൻ ഉണ്ടായാലും മതി. ആ ഡിസയർ നിങ്ങളെ ഒരിക്കലും വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. അത് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങളൊരു നിമിഷം വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ സ്ട്രെസ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ സൃഷ്ടിക്കാൻ തുടങ്ങും. എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്, പോയി ജോലി ചെയ്യൂ എന്ന് നിങ്ങളെ ഈ സ്ട്രെസ് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഇതിനെയാണ് പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ കൂട്ടുകാർക്കിടയിൽ വളരെ രസകരമായൊരു കാര്യം നടക്കാറുണ്ട്. ഞാനാണോ ശരി, നീയാണോ ശരി എന്ന് പറഞ്ഞ് ചില തർക്കങ്ങൾ നടക്കും. ചിലർ ഈ തർക്കത്തെ വളരെ സാധാരണ രീതിയിലാണ് എടുക്കുക. എന്നാൽ ചിലർ ഈ തർക്കത്തെ വളരെ സീരിയസ് ആയി എടുക്കും. ഒരാൾ ചെയ്ത കാര്യം മറ്റൊരാൾക്കും ചെയ്യുവാൻ താല്പര്യമുണ്ടാകും. നീ ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യും എന്ന് പറഞ്ഞ വാശിയുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ നടക്കാറുണ്ടല്ലോ. ഒരാൾ ഒറ്റയ്ക്കല്ല വളരുന്നത്, അതായത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വളർച്ച കണ്ടുകൊണ്ടാണ് പലരും വളരുന്നത് എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എല്ലാവർക്കും ആ കാര്യം ചെയ്യുവാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം. എന്നാൽ എല്ലാവരും പരിശ്രമിച്ചു നോക്കും എന്നതാണ് സത്യം. അതിനും ഒരു സ്ട്രെസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓഥർ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചുറ്റും നിങ്ങളെ പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സർക്കിൾ നിങ്ങൾ തീർച്ചയായും സൃഷ്ടിച്ചു വച്ചിരിക്കണം എന്നതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചുറ്റുമുള്ള ആ പോസിറ്റീവ് സർക്കിളിലുള്ളവർ കൃത്യമായൊരു ഗോൾ വെച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒരു ഗോൾ വെച്ച് മുന്നോട്ട് പോകുവാനുള്ള താല്പര്യം ജനിക്കും. ഒരിക്കലും നിങ്ങൾക്ക് കുറേ കാലം വെറുതെ ഇരിക്കുവാൻ കഴിയില്ല. അവരെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ എനിക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല, എനിക്കും എന്തെങ്കിലും ചെയ്യണം എന്ന തോന്നലുണ്ടാകും. ഇതിലൂടെ നിങ്ങളും ഏതെങ്കിലും ഒരു കാര്യം പ്രൊഡക്റ്റീവായി ചെയ്യുവാൻ താല്പര്യം കാണിക്കും. ഇതെല്ലാമാണ് പോസിറ്റീവ് സ്ട്രെസ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതാണ് മേൽ പറഞ്ഞ 10 പുതിയ സെറ്റ് റൂൾസ്.
ഈ റൂൾസിനെ പറ്റി നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇത് ഫോളോ ചെയ്യാൻ കഴിയുന്നതാണെന്ന് കരുതുന്നുണ്ടോ? കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നന്ദി. ദ 4 Hour വർക്ക് വീക്ക് എന്ന ബുക്കിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ ഓതർ ഒരു സാധാരണ മനുഷ്യൻ ന്യൂ റിച്ചിൻ്റെ പുതിയ റൂളുകൾ ഫോളോ ചെയ്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ ചില ഭയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആശങ്കകളെ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിലെ ഈ അധ്യായത്തിൽ ഓതർ സംസാരിക്കുന്നത്. ഇതൊരു പ്രത്യേകതരം ചാപ്റ്ററാണ്. നിങ്ങളൊരു പുതിയ രീതിയിൽ ജീവിക്കാൻ പഠിക്കുകയാണ്. അതിനാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇഫക്ട്സ് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. ഈ ഇഫക്റ്റുകളെല്ലാം എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും എന്നതിനെക്കുറിച്ച് ഓതർ ഇവിടെ പറയുന്നുണ്ട്. ഓതർ ഈ ചാപ്റ്റർ ഹാൻസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. ഹാൻസ് എന്നത് വളരെ സമർത്ഥനായ ഒരു വക്കീലായിരുന്നു. എന്നാൽ അവർ എത്ര തന്നെ സമർത്ഥനായിരുന്നാലും അവർ ഇഷ്ടപ്പെടാതെയാണ് ഈ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അവർക്ക് ആ ജോലി വളരെയധികം സമയം ചെലവാക്കേണ്ടി വരുന്നൊരു ജോലിയുമായിരുന്നു. അദ്ദേഹം ഒരു പ്രശസ്തനായ വക്കീലായിരുന്നത് കാരണത്താൽ ധാരാളം കേസുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോലും പോകാതെ ഒരിടത്ത് കുത്തിയിരുന്ന് പഠിച്ച് ഈ കേസുകളെല്ലാം വാദിച്ച് ജയിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമയം ചെലവാക്കിയിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയും ഒരു 3 തവണ എനിക്ക് ഇതുപോലെയുള്ള അവസ്ഥ തന്നെ നേരിടേണ്ടി വന്നാൽ ഞാൻ ഈ ജോലിയെ ഉപേക്ഷിക്കും എന്നൊരു തീരുമാനം ഉള്ളിലുണ്ടാകുന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ 3 തവണ ഇതേ സംഭവം വീണ്ടും ഉണ്ടാവുകയും ചെയ്തു. ജോലി വിട്ട ശേഷം അവർ ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്നു ബ്രസീലിലേക്ക് പോകണമെന്ന്. അങ്ങോട്ട് അദ്ദേഹം പോകുന്നു. ഈ സമയത്ത് കൂട്ടുകാരെല്ലാവരും അവരുടെ ഫീഡ്ബാക്ക് പറയുവാൻ തുടങ്ങി. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇത്രയും വലിയ ജോലി വിട്ടിട്ട് നീ എന്തിനാണ് ഈ പോകുന്നത്? നിനക്ക് കുടുംബമില്ലേ? അത് നോക്കണ്ടേ? പൈസ എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഈ അറ്റംപ്റ്റിനെ വിമർശിക്കുവാൻ തുടങ്ങി. എന്നാൽ ഹാൻസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് കുറച്ച് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് ബ്രസീൽ വെക്കേഷനിൽ അദ്ദേഹം റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടി പോയി. ഈ വെക്കേഷൻ കാലത്ത് അദ്ദേഹം സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നു, പാരാഗ്ലൈഡിംഗ് ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം അദ്ദേഹം ചെയ്തു നോക്കുന്നു. ഇങ്ങനെ ജീവിതം അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരൊറ്റ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ ഒരു വിഷയം ചെയ്യുവാനാണോ ഞാൻ ഇത്രയധികം ഭയന്നിരുന്നത് എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആ 3 ആഴ്ച ജീവിതം അത്രയും ജോളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 3 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ അദ്ദേഹത്തിന് തിരിച്ച് ആ വക്കീൽ ജോലിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി ഇവിടെ മുതൽ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മറ്റൊരു ജീവിതം ജീവിക്കാം. കൂടുതൽ ആളുകൾ ചെയ്യാറെന്താണ്? അവർ അത്രകാലം ചെയ്ത ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ കുടുംബമുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെയാണ് ഹാൻസ് കുറച്ച് വ്യത്യസ്തമായി ചിന്തിച്ചത്. അദ്ദേഹം തൻ്റെ ലീവിനെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. 3 ആഴ്ചയ്ക്ക് വേണ്ടിയെടുത്ത ലീവിനെ 3 മാസത്തേക്കാക്കി മാറ്റി. അദ്ദേഹം ഓഫീസിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയെ, ഓഫീസ് കാര്യങ്ങളെയെല്ലാം അദ്ദേഹം റിമോട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ ജോലി ക്ലിക്കായി. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ തൻ്റെ പഴയ ലോയർ ജോലിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. എന്നാൽ അതിനിടയിൽ അദ്ദേഹം കുറച്ച് പണം സമ്പാദിച്ചു വെച്ച് നെക്സസ് സർഫ് എന്നൊരു കമ്പനി ആരംഭിച്ചു. ആ കമ്പനി ഒരു സർഫിംഗ് അഡ്വഞ്ചർ ബേസ്ഡ് കമ്പനിയാണ്. ഇതുപോലെ ഒരു റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി വരുന്നവർക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. പോകെ അദ്ദേഹത്തിന് ആ ലോയർ ജോലിയിൽ നിന്ന് കിട്ടിയിരുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ ഇപ്പോൾ തുടങ്ങിയ ഈ പുതിയ സംരംഭത്തിൽ നിന്ന് കിട്ടുവാൻ തുടങ്ങി. പിന്നെ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ തൻ്റെ ജോലിയിൽ എടുത്തിരുന്ന ആ ലീവിനെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ തുടങ്ങി. അദ്ദേഹം ജോലി ഉപേക്ഷിച്ചില്ല, ലീവ് നീട്ടിക്കൊണ്ടേയിരുന്നു. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ജോലിയിലും നമുക്ക് ഇതുപോലെയുള്ള റിമോട്ട് വർക്ക് സപ്പോർട്ടീവ് ആയിരിക്കില്ല. മറ്റൊന്ന്, ഈ ഹാൻസ് എന്ന ആൾ വളരെയധികം സമർത്ഥനായത് കാരണത്താൽ അദ്ദേഹം റിമോട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും കമ്പനിക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. ഒഫീഷ്യലി റിമോട്ടിൽ ജോലി ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു സമർത്ഥനായതുകൊണ്ട് കമ്പനി അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ വഴങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ 2 കാര്യങ്ങൾ ഓർമ്മ വേണേ. അടുത്ത സെഷനിൽ ഓതർ പവർ ഓഫ് പെസിമിസം എന്നതാണ് സംസാരിക്കുന്നത്. ഡിഫൈനിങ് എ നൈറ്റ്മെയർ, അതായത് നെഗറ്റീവ് തോട്ടിൻ്റെ പവറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ 2 ഓപ്ഷനാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് ചെയ്യണമെന്നതും മറ്റൊന്ന് ചെയ്യണ്ട എന്നതും. ഇതിൽ കൂടുതൽ സമയത്തും ഈ യെസ് ഓർ നോ ഓപ്ഷനിൽ നമ്മൾ കൂടുതൽ സമയത്തും നോ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സിന് ചേഞ്ച് എന്ന കാര്യം തീരെ ഇഷ്ടമല്ല. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അൺസർട്ടനിറ്റി എന്നൊരു കാര്യമുള്ളത് കാരണത്താൽ നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് ചുവടുവയ്ക്കാൻ എപ്പോഴും ഭയക്കും. കൂടുതൽ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് ഞാൻ ഇത് വിട്ട് പോയാൽ
ഇവിടെ നിന്ന് ഞാനിത് വിട്ടു പോയാൽ എൻ്റെ ജീവിതത്തിൽ അൺസർട്ടനിറ്റി ഉണ്ടാവുമെന്ന് ഭയന്നുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ സന്തോഷിച്ചില്ലെങ്കിൽ പോലും ഈ ജോലിയിൽ തന്നെ തുടരും എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭയം എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഒരു ഭയത്തെ താണ്ടിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ഓദർക്കും ഇതുപോലെ ജോലി വിടുന്ന സമയത്ത് വലിയ ഭയമുണ്ടായിരുന്നു. എന്നാലും അവർ ജോലി വിട്ട് പുതിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന് വീണ്ടും ചിന്ത വരാൻ തുടങ്ങി. എനിക്ക് ജോലി ചെയ്താൽ മതി, ബിസിനസ് തുടങ്ങണ്ടായിരുന്നു എന്നൊക്കെ തോന്നാൻ തുടങ്ങി. അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത് 5 ദിവസം 8 മണിക്കൂർ വീതം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അതായത് ആഴ്ചയിൽ 40 മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലോ അദ്ദേഹം 16 മണിക്കൂർ വീതം 7 ദിവസവും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. അതായത് അദ്ദേഹം ചെയ്തിരുന്ന ജോലിയുടെ 3 മടങ്ങാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഈ ചെയ്തത് തെറ്റായി പോയോ, ഞാൻ ചെയ്തതൊരു അബദ്ധമായോ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് പെട്ടുപോയോ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. അദ്ദേഹം ഈ ചോദ്യം ഉള്ളിൽ ചോദിച്ചുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ തള്ളി നീക്കി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആക്സിഡൻ്റലായി ഒരു സംഭവം കാണുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്തെന്നാൽ ഇതിൽ തെറ്റ് സംഭവിച്ചത് എനിക്കല്ല, ഞാൻ ചൂസ് ചെയ്ത ബിസിനസ്സാണ് തെറ്റിപ്പോയത് എന്ന് മനസ്സിലായി. അതായത് പ്രശ്നം ഡ്രൈവർക്കല്ല, വാഹനത്തിനാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇത് മനസ്സിലാക്കിയതോടുകൂടെ ഇനി ഈ ബിസിനസ്സിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി അദ്ദേഹം ആ ബിസിനസ്സിനെ വിൽക്കാൻ തീരുമാനിച്ചു. പൊതുവെ ഈ ഒരു രീതി എല്ലാവരും ചെയ്യാറുണ്ട്. അതായത് ഒരു ബിസിനസ്സിനെ ഉണ്ടാക്കിയെടുത്ത് അതിനെ വളർത്തിയെടുത്ത് അവസാനം അത് വിറ്റ് റെസ്റ്റ് എടുക്കുന്ന അവസ്ഥ. എന്നാൽ ഈ ഓദറുടെ കാര്യത്തിൽ അദ്ദേഹം ആരംഭത്തിൽ ചെയ്ത ചില ചെറിയ ചെറിയ തെറ്റുകൾ കാരണത്താൽ ഈ ബിസിനസ്സിനെ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഓദറിനുള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവാൻ തുടങ്ങി, ഞാൻ എങ്ങനെ ഈ ബിസിനസ്സിനെ സെൽഫ് സസ്റ്റെയിനിങ് ആക്കി മാറ്റും? അതായത് ഞാൻ ഈ 16 മണിക്കൂർ ദിവസം അധ്വാനിക്കാതെ ഈ ബിസിനസ്സിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഞാൻ തന്നെ ഉണ്ടാക്കിയ ഈ ജയിലിൽ നിന്ന് ഞാൻ എങ്ങനെ മുക്തമാകും എന്ന് ഓദർ സ്വയം ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരേ ഒരു ആൻസർ ഒരു ട്രിപ്പ് പോവുക എന്നതായിരുന്നു. അതായത് ഈ സ്ട്രെസ് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഇതിൽ നിന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഞാനൊരു ട്രിപ്പ് പോകുന്നു എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഓദറുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരു 3 മാസത്തേക്ക് ഒരു ട്രിപ്പ് പോയി എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് തിരിച്ച് വീണ്ടും വന്ന് ഇതേ കുഴിയിൽ തന്നെ ചാടണമെന്നായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ പോയ പോക്കിലാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഓദർ ഈ ട്രിപ്പിലിരിക്കുമ്പോഴാണ് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അദ്ദേഹം പല വശങ്ങളും ചിന്തിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ എൻ്റെ ബിസിനസ് ഫെയിലാകാം, ഒരുപക്ഷെ എനിക്കൊരു നോട്ടീസ് വന്നേക്കാം, അതുപോലെ ആരെങ്കിലും എന്നെ ഹൈജാക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പൂർണ്ണമായിട്ടും ഷട്ട് ഡൗൺ ആയേക്കാം, ഒരുപക്ഷെ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ അസറ്റുകളും എല്ലാം കണ്ടുകെട്ടിയേക്കാം. ഇങ്ങനെയുള്ള മോശമായ സംഭവങ്ങളെല്ലാം നടന്നേക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓദറിനൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ സംഭവിച്ചേക്കാവുന്ന നെഗറ്റീവ് സംഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ശേഷിയുള്ള സംഭവങ്ങളൊന്നുമല്ല, ഇതെല്ലാം ചെറിയ സംഭവങ്ങളാണ്. ആ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഏതൊരു കാര്യത്തെയാണോ അദ്ദേഹം വേസ്റ്റ് കേസ് സിനാരിയോ എന്ന് വിചാരിച്ചിരുന്നത്, ആ അവസ്ഥയിലാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. ഓദർ ഇതിനെക്കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ പോലെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ അത് എത്രയധികം ബാധിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കണക്കെടുപ്പ് നടത്തി. തൻ്റെ ബിസിനസ് ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്ന ഒരവസ്ഥ ഒരുപക്ഷെ സംഭവിച്ചേക്കാം, ഇത് സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ അഥവാ സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും അതിനെ ഞാൻ നേരിടുക എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇത് സംഭവിച്ചാലും ഇത് താൽക്കാലികം മാത്രമാണ്, ഓദർക്ക് ഉറപ്പുണ്ട് എനിക്ക് ബൗൺസ് ചെയ്ത് തിരിച്ചു വരാൻ കഴിയും എന്നെല്ലാം ഉറപ്പുണ്ട്. അതിനാൽ അദ്ദേഹം താൽക്കാലികമായി ഈ പ്രശ്നത്തിന് 3 പോയിൻ്റാണ് കൊടുത്തത്. അതായത് ഈ പറഞ്ഞ പോലെ ബിസിനസ് തകർന്നു പോകാനുള്ള പോസിബിലിറ്റി 30% ഉണ്ട് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. രണ്ടാമത്തെ വിഷയം, ഈ ട്രിപ്പ് എന്തിനാണ് അദ്ദേഹം പോകുന്നത്? ഈ ട്രിപ്പ് ഇങ്ങനെ പോയതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഗുണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഈ ട്രിപ്പ് കൊണ്ടുള്ള പ്രധാന ഗുണം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് റിലാക്സ് ആവുന്നു എന്നതാണ്. മനസ്സ് റിലാക്സ് ആവുന്നത് കാരണത്താൽ അദ്ദേഹത്തിന് പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നു, പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും കഴിയും. പുതിയ ഐഡിയകൾ ഉണ്ടാവുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പുതിയ ഐഡിയ ഉണ്ടായാൽ നമ്മൾ ആ ഐഡിയയെ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല. എന്നാൽ ആ ഐഡിയ എപ്പോഴെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ട്രിപ്പ് നമ്മുടെ ഓദറിന് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് റിലാക്സ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ചിന്തിക്കാൻ കഴിയും. കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ ഐഡിയകൾ ലഭിക്കും. അതിലൂടെ അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയും. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് 90% അതിന് വിജയ സാധ്യതയുണ്ട്, എന്നാൽ ഒരു 30% അതിന് തോൽവി സാധ്യതയും ഉണ്ട് എങ്കിൽ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും നല്ല കാര്യം എന്നുള്ളതിന് കൂടുതൽ റേറ്റ് കാണിക്കുന്നുവെങ്കിൽ അത് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ഭയം കാരണം, അൺസർട്ടനിറ്റി കാരണം നമ്മളെപ്പോഴും ഈസിയായൊരു കാര്യം ചൂസ് ചെയ്തുകൊണ്ടിരിക്കും.
ഓഥർ ഇതെല്ലാം ഒരുപാട് ചിന്തിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാനിപ്പോൾ എന്ത് തീരുമാനിച്ചാലും വലിയ റിസ്ക് ഒന്നും ഉണ്ടാകില്ല എന്ന്. ഈ ഒരു ഐഡിയ ലഭിച്ചതോടുകൂടി ഓഥർ മൾട്ടിപ്പിൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതായത് എൻ്റെ ബിസിനസ്സിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജീവിതം എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ട്രിപ്പുകൾ ആരംഭിച്ചു. ഈ സെഷൻ്റെ 2 കീ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് നമ്മുടെ വേസ്റ്റ് കേസ് സിനാരിയോ എന്താണ് എന്നുള്ളത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ വിഷയം, അഥവാ ഞാൻ വിചാരിച്ച പോലെ സംഭവിച്ചില്ല എങ്കിൽ, എല്ലാം തകർന്നു പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. ഈ 2 വിഷയം പ്ലാൻ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയവും പോവും, അഥവാ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഐഡിയയും കിട്ടും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് റിസ്ക്കും ഈസി ആയിട്ട് തരണം ചെയ്യാൻ കഴിയും. ഇതുവരെ നമ്മൾ കണ്ടത് പവർ ഓഫ് പെസിമിസം ആണ്, അതായത് നെഗറ്റീവ് തോട്ടിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിയർ ഓഫ് ഓപ്റ്റിമിസം ആണ്. പോസിറ്റീവ് തോട്ടിൻ്റെ മോശവശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഭയത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളത് ഭയമാണെന്ന് പോലും അറിയാതെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്തരത്തിൽപ്പെട്ടൊരു വിഷയമാണ് ഓപ്റ്റിമിസ്റ്റിക് ഡിനയൽ, അതായത് പോസിറ്റീവായി ഒരു കാര്യത്തെ റിജക്റ്റ് ചെയ്യുന്ന കാര്യം. ഒരു ഉദാഹരണം പറയാം. ഒരുപാട് പേർ അവരുടെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തതിന് കാരണം എന്തെന്നോ, പ്രൊമോഷൻ, ഇൻകം റേസ് എന്നൊക്കെ അതിനെ പറയാം. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തുകൊണ്ട് എത്ര പ്രൊമോഷൻ കിട്ടിയാലും എത്ര ഇൻകം വർദ്ധിച്ചാലും ജീവിതത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരവും ധനവും എല്ലാം ഉയർന്നേക്കാം, എന്നാൽ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾ അത് ഇഷ്ടമല്ലാതെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം, ഇതെല്ലാം ഒരിക്കലും വളരാതെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇങ്ങനൊരു ഓപ്റ്റിമിസ്റ്റിക് ഡിനയൽ നമ്മൾ ചെയ്യാൻ കാരണം എന്തെന്നാൽ, നമ്മൾ ചെയ്യുന്നൊരു ജോലിയിൽ നമുക്ക് പ്രൊമോഷനും ഇല്ല, നമുക്ക് കൂലി വർദ്ധിക്കുന്നുമില്ല എങ്കിൽ നമ്മൾ ആ ജോലി വിട്ടു പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് തന്നെ ഒരു എക്സ്ക്യൂസ് വേണം. അതിനുള്ള എക്സ്ക്യൂസാണ് ഈ ഓപ്റ്റിമിസ്റ്റിക് ഡിനയൽ. ഇതെങ്ങനെയാണ് നമ്മളൊന്ന് നോക്കുക. 1 വർഷം മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, അതിനേക്കാൾ ഞാൻ ഇപ്പോൾ സന്തോഷവാനാണോ? ഇതേക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു നോക്കണം. അഥവാ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സന്തോഷവാനാണെങ്കിൽ, ശരി, നിങ്ങൾ പോകുന്നത് ശരിയായ റൂട്ടിലാണ്, പോയിക്കൊണ്ടേയിരിക്കും. അഥവാ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സന്തോഷവാനല്ല എങ്കിൽ, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായൊരു പാതയിലാണ് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ തെറ്റായൊരു കാര്യത്തെ വിശ്വസിക്കുന്നു. പണം കൂടുതലായി വന്നാൽ ജീവിതം സന്തോഷപ്രദമാകും എന്ന് നിങ്ങൾ തെറ്റായി വിശ്വസിച്ചിരിക്കുന്നു. അഥവാ നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു ഭയമാണ് എന്നത് നിങ്ങൾ ആദ്യം തിരിച്ചറിയൂ. ഒരു കാര്യം, ഇത് ഞാൻ ഭയക്കുക മാത്രമാണ്, ഇതിനോട് എനിക്കുള്ള ഭയം മാറ്റണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയൂ. അടുത്ത സെഷനിൽ ഓഥർ ഇതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തിനാണ് നമ്മുടെ ഭയത്തെ കണ്ടുപിടിക്കുന്നത്, ആ ഭയത്തെ കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് നമ്മളതിനെ കോൺക്വർ ചെയ്യുക, ഇതിനെക്കുറിച്ചെല്ലാം ഓഥർ നമ്മളോട് സംസാരിക്കുന്നു. ഇതിനെ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാമെന്നോ, സർവൈവൽ. ഇതാണ് എൻ്റെ ഭയം, ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇനി ഇതിനെ ഞാൻ അതിജീവിക്കുവാൻ വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നു. ആ റിസ്കിൽ ഞാൻ സർവൈവ് ആയാൽ അതിനുശേഷം എന്ത് റിസ്ക് എടുക്കുവാനും ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. എല്ലാ റിസ്ക്കും ഞാൻ ഏറ്റെടുക്കും, എന്നിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകും. എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റും, നല്ല രീതിയിൽ ജീവിക്കും. എൻ്റെ ജീവിതം എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആക്കി മാറ്റണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരൊറ്റ വിഷയമാണുള്ളത്, ഒരൊറ്റ റിസ്ക് ആണുള്ളത്. ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ ആക്കാൻ കഴിയും. ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ ആക്കാൻ കഴിയും. ഒരുപാട് റിസ്കുകൾ നമ്മൾ എടുക്കേണ്ടി വരും, എന്നാൽ ഈ ഒരു റിസ്ക് ആണ് നമ്മുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ എന്നെല്ലാം പറയുന്നത്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്ക്കും നമ്മൾ ഏറ്റെടുക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആയി മാറാൻ വേണ്ടിയാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്. അതിനാൽ അതിൻ്റെ വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 80% ഉണ്ടായിരിക്കും. അഥവാ ഞാനൊരു റിസ്ക് ഏറ്റെടുത്തിട്ട് അത് ഫെയിലാവുകയാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് കേസ് സിനാരിയോ നടക്കും. ആ വേസ്റ്റ് കേസ് സിനാരിയോയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബാക്കപ്പ് പ്ലാനും ഉണ്ടായിരിക്കണം. ഇതിനൊരു 20% സാധ്യതയുള്ളത്. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഓഥർ അവരുടെ റേറ്റ് അനുസരിച്ച് പ്ലാൻ ചെയ്തതാണ്. നിങ്ങൾ റിസ്ക് എടുക്കേണ്ടത് ഏത് കാര്യത്തിലാണ് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ഓഥർ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 7 ക്വസ്റ്റ്യൻ ആൻഡ് ആക്ഷൻ സെക്ഷൻ നമുക്ക് വേണ്ടി തരുന്നു. അതായത് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള 7 സംശയങ്ങളെ ഓഥർ നമുക്ക് പരിഹരിച്ചു തരികയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഭയം എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തത്, നമ്മുടെ വേസ്റ്റ് കേസ് സിനാരിയോയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സാധാരണയായി ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കേവലം മനസ്സിൽ മാത്രം ചിന്തിക്കുകയാണ് ചെയ്യുക. എന്താണ് സംഭവിക്കുക, ഇങ്ങനെ ചെയ്താൽ എന്താകും, അങ്ങനെ ചെയ്താൽ എന്താകും, ഇങ്ങനെയെല്ലാം മനസ്സിൽ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഓഥർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് മനസ്സിൽ കണ്ടാൽ പോരാ, നിങ്ങൾ ഇതെല്ലാം എഴുതി വെക്കണം എന്നാണ്.
അതായത് ഒരു ബുക്ക് എടുത്ത് ഒരു പെന്നെടുത്ത് എഴുതണം, ഈ വഴിയിലൂടെ പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും, ഈ വഴിയിലൂടെ പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി അനലൈസ് ചെയ്ത് എഴുതിക്കൊണ്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുവാൻ. നമ്മുടെ വേസ്റ്റ് കേസ് സിനാരിയോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതൊരു ടെമ്പററി ആയ കാര്യമാണ്. താൽക്കാലികമായി ഇങ്ങനെയെല്ലാം തടസ്സങ്ങൾ ഉണ്ടായേക്കാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് ഒരു പെന്നും പേപ്പറും എടുത്ത് നമ്മൾ അതും എഴുതി വെക്കണം. അതുപോലെ വേസ്റ്റ് കേസ് സിനാരിയോയിൽ ചില കാര്യങ്ങൾ പെർമനൻ്റായി നടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ ഇങ്ങനെയുള്ളത് പെർമനൻ്റായി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതി വെക്കാം. ഇങ്ങനെ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള അനവധി പ്രശ്നങ്ങളെല്ലാം എഴുതി വെച്ചതിന് ശേഷം ഇത്തരത്തിലെങ്ങാൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് എന്നുള്ള ബാക്കപ്പ് പ്ലാനും എഴുതി വെക്കണം. ഇങ്ങനെയെല്ലാം എഴുതുമ്പോൾ നമ്മുടെ പ്ലാൻ വെച്ച് നോക്കുമ്പോൾ, നമ്മൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതി കാണുന്ന സമയത്ത് കൂടുതൽ ഐഡിയകൾ കിട്ടും. നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായി ചിന്തിക്കുവാനും കഴിയും. രണ്ടാമത്തെ വിഷയം, അഥവാ വെസ്റ്റ് കേസ് സിനാരിയോ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതിനെക്കുറിച്ചൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ എഴുതിയുണ്ടാക്കണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ ആ റിസ്ക് നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു റിസ്ക് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ജീവിതം വലിയൊരു പ്രശ്നത്തിലേക്ക് അകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരും? നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച് പഴയ പോലെ ആയി മാറാനുള്ള എന്ത് പ്ലാനാണുള്ളത് എന്നുള്ളത് എഴുതണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ താൽക്കാലികമായിട്ടുള്ളതും പെർമനൻ്റ് ആയിട്ടുള്ളതുമായ സിനാരിയോസ് എഴുതി വെച്ചു. അഥവാ ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിൻ്റെ ബാക്കപ്പ് പ്ലാനും നമ്മൾ എഴുതി വെച്ചു. അഥവാ ഇത് നടന്നാൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടല്ലോ അല്ലേ? ആ പോസിറ്റീവ് സൈഡിനെയും നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേസ്റ്റ് കേസ് സിനാരിയോയുടെ പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളും മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതിലൂടെ തന്നെ എനിക്കിതിലൂടെ ഉണ്ടാകുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തായിരിക്കും, ഇതെല്ലാം നമ്മൾ എഴുതി വെക്കണം. കൂടുതലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് സൈഡിനേക്കാൾ പോസിറ്റീവ് സൈഡിനായിരിക്കും ഇമ്പാക്റ്റ് കൂടുതൽ ഉണ്ടാവുക. ചില കേസുകളിൽ നെഗറ്റീവ് വിഷയങ്ങളുടെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കാൻ തയ്യാറാകരുത്. നാലാമത്തെ ചോദ്യം, നാളെ തന്നെ നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്? എന്തുകൊണ്ടെന്നാൽ കൂടുതൽ കമ്പനികളും റിമോട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്ത് ജീവിക്കാൻ നമ്മളെ സമ്മതിക്കുകയുമില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജോലിയിൽ നിന്ന് എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കണം. ഇങ്ങനെയെങ്ങാ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയില്ല. അഞ്ചാമത്തെ ചോദ്യം, നിങ്ങളുടെ ഭയം കാരണം നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട്? കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഭയം കാരണം മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാവരും ചെയ്യുന്ന പൊതുവായൊരു കാര്യമാണ്. ഓഥർ ഇവിടെ വളരെ ആണായിട്ട് പറയുന്നൊരു കാര്യം എന്തെന്നാൽ, ഏത് കാര്യത്തെക്കുറിച്ചാണോ നിങ്ങൾക്ക് ഭയമുള്ളത് ആ കാര്യത്തെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ നേരിട്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയൂ. ഓഥർ ഇതിനു വേണ്ടി നൽകുന്ന സൊല്യൂഷൻ എന്തെന്നാൽ, നിങ്ങൾ ഏതെല്ലാം കാര്യത്തിലാണ് ഭയക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കൂ. ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം ഓരോ ദിവസം ഓരോരോ വിഷയങ്ങളായിട്ട് നേരിട്ട് കാണിക്കൂ എന്നാണ് ഓഥർ പറയുന്നത്. എന്നാൽ ഇത് നമ്മൾ പരിശീലിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഒരു ഭയത്തെ മാറ്റാൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് കഴിയില്ല എന്ന്. ചുരുങ്ങിയത് ഒരു ഭയത്തെ നമുക്ക് നേരിട്ട് അതിജീവിച്ച് വരുവാൻ വേണ്ടി ഒരാഴ്ചയെങ്കിലും എടുക്കും. ഒരു ഭയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കാൻ തുടങ്ങുക. ഇതാണ് എൻ്റെ ഭയം. ഈ ഭയം എനിക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ഭയം ഇല്ലാതെയാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭയത്തിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്? ഈ ഭയത്തിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ്? എല്ലാം ചിന്തിക്കണം. ഈ ഭയത്തെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും? ഈ ഭയത്തെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാകും? ഈ ഭയത്തെ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എന്തെല്ലാം നടക്കും? ഓവർകം ചെയ്യേണ്ട വിധത്തിൽ അത്ര വലിയൊരു ഫിയർ ആണോ ഇത്? ഇങ്ങനെ ഓരോ വിഷയങ്ങളെയും അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഫിയറിനെ മറികടക്കുവാൻ വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. ആറാമത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു വിഷയത്തെ നിങ്ങൾ തള്ളിക്കളയുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാമാണ് കിട്ടുക? അതായത് ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നമ്മൾ നോക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയമുണ്ട്, എന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ തള്ളിക്കളയുകയാണെന്ന് ഇരിക്കട്ടെ. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണം, ഞാൻ അങ്ങനെ ചെയ്താൽ 6 മാസം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയുണ്ടാവും? 1 വർഷം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 2 വർഷം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 5 വർഷം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് മാറ്റിവെച്ച കാര്യം അന്ന് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? അഥവാ 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് ജീവിതം വേസ്റ്റായി എന്നാണ് എനിക്ക് തോന്നാൻ സാധ്യതയെങ്കിലോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. കാരണം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അന്ന് റിസൾട്ട് ഉണ്ടാവുക. ഓഥർ ഇതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുന്നത് എങ്ങനെയാണെന്നോ, ഇനാക്ഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഓഫ് ആൾ. എല്ലാ കാര്യങ്ങളുടെയും റിസ്കിൻ്റെ മൂല കാരണം ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നതാണ്. അതായത് ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത് വലിയൊരു റിസ്ക് ഉള്ള കാര്യമല്ല, ഒരു റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നതാണ് ഏറ്റവും വലിയ റിസ്ക്.
ഏഴാമത്തെ ചോദ്യം, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നല്ല സമയമാവട്ടെ എന്ന് കരുതിയോ? അതോ നല്ല പ്ലാൻ കിട്ടട്ടെ എന്ന് കരുതിയോ? നല്ല ഐഡിയ കിട്ടട്ടെ എന്ന് കരുതിയോ? എന്ത് കരുതിയാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളിങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ഭയപ്പെടുന്നു എന്നതാണ് കാരണം. അതാണ് സത്യം. ഇത് നിങ്ങൾ അംഗീകരിക്കണം. ഇത് നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ആക്ഷൻ എടുത്താൽ എന്ത് വേർസ്റ്റ് കേസ് സിനാരിയോ നടക്കും, എന്ത് ബെസ്റ്റ് കേസ് സിനാരിയോ നടക്കും, ആക്ഷൻ എടുക്കാതിരിക്കുന്നത് കൊണ്ട് എന്ത് വേസ്റ്റ് കേസ് സിനാരിയോ നടക്കും, എന്ത് ബെസ്റ്റ് കേസ് സിനാരിയോ നടക്കും, ഇതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ. അപ്പോഴേ നിങ്ങൾക്ക് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനമാകൂ. ശരി, ഓഥർ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ? ടേക്ക് ആക്ഷൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. അതായത് കർമ്മം ചെയ്യൂ, ജീവിതത്തെ മാറ്റിമറിക്കൂ. നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി. ദ 4 Hour വർക്ക് വീക്ക് എന്ന ബുക്കിൻ്റെ 4ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഡെഫിനിഷൻ സെഗ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഓഥർ നമുക്കെങ്ങനെ നമ്മൾ റീസെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് പഴയ സെറ്റ് ഓഫ് റൂൾസിനെ പൂർണ്ണമായും നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് പുതിയ സെറ്റ് ഓഫ് റൂൾസിനെ നമുക്ക് ഭയമില്ലാതെ ഫോളോ ചെയ്യാൻ പറ്റുക, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓഥർ ഈ ചാപ്റ്റർ അവരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഓഥർ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അവരുടെ വിജയത്തിൻ്റെ കഥ കേട്ട അവിടുത്തെ പ്രിൻസിപ്പാൾ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസിന് വന്ന് ഒരു സെമിനാർ കൊടുക്കണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിരുന്നു. ഓഥർ ഒരു സംരംഭകനാകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കുട്ടികൾക്കായി ഒരു സെമിനാർ നടത്തുന്നു. ഓഥർ ഒരു 5-6 ബാച്ചുകളെ നിരീക്ഷണം ചെയ്തു നോക്കി. എല്ലാവരും ക്ലാസ്സിലെല്ലാം വളരെ ഇൻട്രാക്റ്റീവായി ഇരിക്കുന്നവരാണ്, പറയുന്ന വിഷയങ്ങളെല്ലാം നന്നായി കേൾക്കുന്നവരുമാണ്. എന്നാൽ റിയൽ ലൈഫിൽ ആരും തന്നെ ആ കേൾക്കുന്ന കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഓഥർ ഈ സെഷൻ ഒരു ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പ് പോലെ തുടങ്ങുവാൻ വേണ്ടി പ്ലാൻ ഇട്ടു. ഈ ഇൻ്ററാക്ഷന് വേണ്ടി ഓഥർ ആ സെഷനിൽ ഒരു ചാലഞ്ച് വെച്ചു. അതായത് ആരാണോ ഞാൻ പറയുന്ന കാര്യത്തെ പൂർത്തീകരിക്കുന്നത് അവർക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണുവാനുള്ള റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യാമെന്ന് ഓഥർ പറയുന്നു. ഇത് കേട്ട ഉടനെ 60 വിദ്യാർത്ഥികൾക്കും ഒരു ഇന്തൂസിയാസം ഉണ്ടായി. അതിനുശേഷം ഓഥർ പറഞ്ഞു, ഇതിൽ താല്പര്യമുള്ളവർ ക്ലാസ് കഴിഞ്ഞ ശേഷം എന്നെ വന്ന് കാണൂ എന്ന് പറഞ്ഞു. 60 പേരിൽ 20 പേര് പോയി അദ്ദേഹത്തെ കണ്ടു. ആ 20 പേരും വളരെ ഈഗറായിരിക്കുന്നവരായിരുന്നു. എങ്ങനെയെങ്കിലും ഇതെല്ലാം ചെയ്ത ശേഷം എനിക്ക് ആ പ്രൈസ് ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങണം എന്നുള്ള ചിന്തയുള്ളവരായിരുന്നു. ഓഥർ ആ 20 പേർക്കും ഒരു ഓപ്പൺ ചാലഞ്ച് വെച്ചു. അതായത് നിങ്ങളിൽ ആരാണോ ഞാൻ പറയുന്ന 3 പേരിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്ത ശേഷം അവരുടെ റിപ്ലൈ കൊണ്ടുവരുന്നത് അവർക്ക് ഞാൻ ഈ ടിക്കറ്റ് ഫ്രീ ആയി തരും എന്ന് പറഞ്ഞു. ആ 3 പേരെ ആരാണെന്നോ? 2 വലിയ കമ്പനികളുടെ സിഇഒകളാണ്. അടുത്തൊരാൾ ഒരു എക്സ് പ്രസിഡന്റാണ്. ഇത് കേട്ട ഉടനെ ആ സ്റ്റുഡൻസിൽ എല്ലാവർക്കും ഒരു ഷോക്ക് ഉണ്ടായി. എനിക്ക് എങ്ങനെയാണ് ഈ കാര്യം ചെയ്യാൻ കഴിയുക? ഈ വിഷയം സാധിക്കുമെന്ന് തോന്നുന്നേയില്ല. ഈ പറഞ്ഞ ആളുകളൊക്കെ എത്ര വലിയ ആളുകളാണ്, ഞങ്ങൾക്ക് എങ്ങനെ അവരെ പോയി കോണ്ടാക്ട് ചെയ്യാൻ കഴിയും? ഇങ്ങനെയെല്ലാം ചിന്തിക്കുവാൻ തുടങ്ങി. എല്ലാവരും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകാൻ തുടങ്ങി. ചിലർ എനിക്ക് പേപ്പർ ഡ്യൂ ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. ചിലരെല്ലാം ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന്, ഈ ചാലഞ്ചിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വിഷയം കുറച്ച് കഠിനമായ കാര്യമാണ് എന്നത് മനസ്സിലാക്കിയ ശേഷം ആ കാര്യം ആരും ട്രൈ ചെയ്യുക പോലും ചെയ്തില്ല എന്നതാണ്. അതിനുശേഷം ഓഥർ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ 3 പേരിൽ ഒരാളെ നിങ്ങളിൽ ആരെങ്കിലും പോയി കോണ്ടാക്ട് ചെയ്ത ശേഷം അതിൻ്റെ നെഗറ്റീവ് മെയിലിൻ്റെ കോപ്പിയെങ്കിലും എനിക്ക് കാണിച്ചു തന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് നേടാമായിരുന്നു എന്ന് ഓഥർ വിശദീകരിച്ചു. അടുത്ത വർഷവും ഓഥർ ഇതുപോലെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തെന്നാൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത വർഷം എന്ത് സംഭവിച്ചെന്നോ? ഈ ചാലഞ്ച് 17 പേരെ ഏറ്റെടുത്തു. ആ 17 പേരിൽ 6 പേർ കോണ്ടാക്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഈ സെക്കൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ കൂടുതൽ സ്മാർട്ട് ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഓഥർ അവർക്ക് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് കൊടുത്തുകൊണ്ടാണോ? അല്ല. എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ സെറ്റ് ഓഫ് പീപ്പിൾ ചെയ്ത തെറ്റെന്താണ് എന്നത് രണ്ടാമത്തെ സെറ്റ് ഓഫ് പീപ്പിൾസിനെ ഓഥർ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു എന്നതാണ്. അതായത് ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുത്താൽ പോലും ഞാൻ ഈ പ്രൈസ് തരാൻ തയ്യാറാണ് എന്ന കാര്യം ഓഥർ ആദ്യമേ പറഞ്ഞു. ഇത് പറഞ്ഞത് കാരണമാണ് സെക്കൻഡ് സെറ്റ് ഓഫ് പീപ്പിളിന് ഒരു ധൈര്യമുണ്ടായത്. ഇതിൽ തെറ്റിയാലും കുഴപ്പമൊന്നും ഇല്ല എന്നൊരു ധൈര്യം വന്നതുകൊണ്ടാണ് ആരും ഈ ടാസ്ക് ഏറ്റെടുക്കാൻ ഭയം കാണിക്കാതെ ഈ ടാസ്കിലേക്ക് കടന്നത്. ട്രൈ ചെയ്തത് കാരണമാണ് അവർക്ക് സക്സസ് ആകാനും സാധിച്ചത്. നെക്സ്റ്റ് സെഷനിൽ ഓഥർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. ഡൂയിങ് അൺറിയലിസ്റ്റിക് തിങ് ഈസ് ഈസിയർ ദാൻ ഡൂയിങ് റിയലിസ്റ്റിക്.
അതായത് ഒരു ഈസിയായ കാര്യത്തേക്കാൾ എളുപ്പത്തിൽ ഒരു കഷ്ടമുള്ള കാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ഓതർ പറയുന്നത്. ഇതിന് ഓതർ കൊടുക്കുന്ന ഒരു വാലിഡേഷൻ ഉണ്ട്. 99% ആളുകളും അവരുടെ ഗോളിനെ റിയലിസ്റ്റിക് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് അച്ചീവ് ചെയ്യേണ്ട ദൂരത്തിലാണ് അവർ ആ ഗോളിനെ വെച്ചിട്ടുണ്ടാവുക. അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാനും ചെയ്യാതെ ഈസിയായൊരു തലത്തിലായിരിക്കും അവർ അവരുടെ ഗോളിനെ വെച്ചിട്ടുണ്ടാവുക. ഈ 99% വരുന്ന ആളുകൾ ആരും തന്നെ ടോപ്പ് പൊസിഷന് വേണ്ടിയിട്ട് ഒരിക്കലും മത്സരിക്കാൻ തയ്യാറുമാവില്ല. അവർ താരതമ്യേന മെച്ചപ്പെട്ട ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് മത്സരിക്കുകയുള്ളൂ. അവർക്ക് അവരുടെ സാമർത്ഥ്യത്തിന് മേൽ അത്യാവശ്യം വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊരു ലക്ഷ്യം വെക്കുന്നതും അത് നേടി കാണിക്കുന്നതും. ഇതിനെക്കുറിച്ച് സ്റ്റീവ് ജോബ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. ദ പീപ്പിൾ ഹു ആർ ക്രേസി എനഫ് ടു തിങ്ക് ദേ കൺ ചേഞ്ച് ദ വേൾഡ് ആർ ദ വൺസ് ഹു ഡു. ആരാണോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ വയ്ക്കുന്നത് അവർ മാത്രമേ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുകയുമുള്ളൂ എന്നാണ് പറയുന്നത്. ഓതറിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ എപ്പോഴും കോമ്പറ്റീഷൻ അധികമായിരിക്കും. ടോപ്പ് ലെവൽ അച്ചീവ്മെൻറ്റിന് വേണ്ടി കോമ്പറ്റീഷൻ എപ്പോഴും കുറവായിരിക്കും. അത് കാരണത്താൽ താഴെയുള്ള വിഷയങ്ങളിൽ അധികം ആളുകൾ കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ നമ്മൾ വിജയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ അധികം കോമ്പറ്റീഷനൊന്നും ഇല്ലാത്ത ടോപ്പ് പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജയിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കണം. അങ്ങനെ നമ്മുടെ ഗോൾ കംഫർട്ട് സോണിൽ നിന്ന് ദൂരെയാണെങ്കിൽ മാത്രമേ നമ്മൾ നന്നായി പരിശ്രമിക്കുകയുള്ളൂ. നമ്മുടെ ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉത്സാഹം കാണിക്കുകയുമുള്ളൂ. നമ്മളെക്കൊണ്ട് ഈസിയായി സാധിക്കുന്ന കാര്യങ്ങളെ ഗോളായി സെറ്റ് ചെയ്തിട്ട് അത് നേടിയെടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ. ആ വിഷയത്തെ നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയുള്ളൂ. ഓതർ ഈ ചാപ്റ്ററിനെ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാൽ, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളിനെ നോക്കി നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എപ്പോഴും ഇൻതൂസിയസ്റ്റിക് ആയിട്ടും എപ്പോഴും പവർഫുൾ ആയിട്ടും ഇരിക്കൂ. ഇതിനെ നമുക്ക് അഡ്രിനൽ ഇൻഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ഗോൾ നിങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ വിചാരിക്കാത്ത പോലെ വളരും. അടുത്ത സെഷനിൽ ഓതർ നമുക്ക് എന്താണ് വേണ്ടത് എന്നത് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഈ ചോദ്യം നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് ആരാണ് ആകേണ്ടത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നെല്ലാം. ഇതിൽ കൂടുതൽ പേർക്കും എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്നൊന്നും അറിയുകയില്ല. എന്തോ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഓടുന്നത് എന്ന് പോലും അവർക്ക് ആർക്കും തന്നെ അറിയുകയില്ല. ചില ആളുകളോട് തനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോളാണ് പറയുക. ഓതർ പറയുന്നത് എന്തെന്നാൽ ഈ ചോദ്യമേ തെറ്റാണ്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ആരാകണം, ഈ ചോദ്യം തെറ്റാണ്. കാരണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും ഒരു സെൻറ്റൻസിൽ ഒരാൾക്ക് പറയുവാൻ കഴിയുകയേയില്ല. ഇതുവരെയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോൾസിനെ കുറിച്ച് നമ്മൾ അബ്സല്യൂട്ടായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കലും റിലേറ്റീവായി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സൊസൈറ്റി നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. നമ്മുടെ ഗോളിനെ നമ്മൾ റിലേറ്റീവായി പറയണമെങ്കിൽ എനിക്ക് ഇത്ര സമയങ്ങൾക്കുള്ളിൽ ഇങ്ങനെയാകണം എന്ന് പറയേണ്ടി വരും. പൊതുവെ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, പാഷൻ എന്താണ് എന്നെല്ലാം ചോദിച്ചാൽ ഒരുപാട് പേര് പറയുന്ന ഉത്തരമാണ് എനിക്ക് സന്തോഷം വേണം എന്ന്. അതായത് എനിക്ക് ജീവിതത്തിൽ സന്തോഷമായിരിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നാണ് പറയാറുള്ളത്. ഇത് വളരെ ഇംപ്രിസൈസ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് സന്തോഷമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സന്തോഷിക്കാൻ കഴിയും. ഇതിന് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണല്ലോ ഇരുന്നത്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ പണമില്ല, നമ്മുടെ കയ്യിൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല, അങ്ങനെയുള്ള യാതൊന്നും തന്നെയില്ല. ആ സമയത്ത് നമ്മൾ ചെറിയ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നിരുന്നല്ലോ. ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് തേടുന്നത്, എന്നാൽ വേറെ പേരിലാണ് തേടുന്നത് എന്ന് മാത്രം. നമ്മൾ തേടുന്ന ഗോൾ എന്താണെന്ന് വെച്ചാൽ അത് പണമല്ല, സന്തോഷമല്ല, വേറെ എന്തെങ്കിലും ഫാൻസി ഗോളുമല്ല. നമ്മൾ വാസ്തവത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത് എക്സൈറ്റ്മെൻറ്റിനെയാണ്. അതായത് നമുക്ക് ഏതൊരു വിഷയത്തിനോടാണോ എക്സൈറ്റ്മെൻ്റ് ഉള്ളത് അതാണ് നമ്മൾക്ക് തേടാനിഷ്ടം. എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴാണോ നമ്മൾ സമയം കടന്നു പോകുന്നത് പോലും മറന്നു പോകുന്നത്, ആ കാര്യത്തെയാണ് എക്സൈറ്റ്മെൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കേണ്ട വിഷയം എന്തെന്നാൽ എനിക്ക് എന്താകണം, ആരാകണം, എന്താണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം എന്നൊന്നും ചോദിക്കരുത്. ഏത് കാര്യമാണ് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് നൽകുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നല്ലപോലെ ചിന്തിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അടുത്ത ഭാഗത്തിൽ ഓതർ അഡ്വഞ്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് എപ്പോഴാണ് ഒരാൾ തൻ്റെ എക്സൈറ്റ്മെൻറ്റ് നശിപ്പിച്ചു കളയുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം പറയാം. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. കോളേജ് പഠനം പൂർത്തിയായ ശേഷം ഞാൻ ഇങ്ങനെയായി മാറും എന്നെല്ലാം ഒരു എക്സൈറ്റ്മെന്റ്. എന്നാൽ കോളേജ് ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഇമാജിനേഷൻ തെറ്റായിരുന്നു, റിയാലിറ്റി അങ്ങനെയല്ല എന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഓദർ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതുപോലെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മാറി മറിയും എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ ബിസിനസ് ആരംഭിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മാറിയതേയില്ല. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ വേഴ്സ്റ്റ് ആവുകയാണ് ചെയ്തത്. ഇതിന്റെ കാരണം ഈ ADD ആണ്, അഡ്വഞ്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ. ഓദർ ബ്രെയിൻ ക്വിക്കിൻ LLC എന്നൊരു കമ്പനി ആരംഭിച്ചു. അതൊരു സപ്ലിമെന്റ് പൗഡർ കമ്പനിയാണ്. ഈ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗോൾ എന്തായിരുന്നു വെച്ചാൽ ഒരു ദിവസം $1000 അച്ചീവ് ചെയ്യണമെന്നതായിരുന്നു. അത് ഞാൻ ജോലിയിലാണെങ്കിലും ശരി, ഞാൻ വെക്കേഷനിലാണെങ്കിലും ശരി, എനിക്ക് ദിവസവും $1000 കിട്ടണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ. എന്നാൽ അവർ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ ഗോൾ അത്രയധികം സ്പെസിഫിക് ആയിരുന്നില്ല. ഒരു ദിവസം $1000 കിട്ടണം എന്നത് മാത്രമേ അദ്ദേഹത്തിന് ഗോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ $1000 എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്ലാനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മുഴുവൻ സമയം ഓഫീസിൽ ഇരുന്നു കൊണ്ട് ആ $1000 ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഒരു ദിവസത്തേക്ക് $1000 ഉണ്ടാക്കുക എന്നത് ചെറിയ ഗോളൊന്നുമല്ല. ഓദർ ഈ പുസ്തകം എഴുതിയ കാലത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ ഗോളാണ്. അത് കാരണത്താൽ ആ ഗോളിന് വിപരീതമായ രീതിയിൽ ഒരു വിഷയത്തിലേക്കും അദ്ദേഹം പോയതേയില്ല. ആ ഗോൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് മുഴുവൻ. എന്നാൽ ആ ഗോൾ നേടിയതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പ്ലാനില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഗോൾ $1000 സമ്പാദിക്കുക എന്നത് മാത്രമായിരുന്നു. ഈ $1000 നേടിയ ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഗോളിൽ ഇല്ല. ഇതേ കാര്യം നമ്മൾ ജോബിലും ചെയ്യാറുണ്ട്. അതായത് ജോബിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ ചിന്തിക്കും ഒരു വർഷം വർക്ക് ചെയ്ത ശേഷം ഇൻക്രിമെന്റ് വരികയാണെങ്കിൽ ആ ഇൻക്രിമെന്റിനെയും ആ പേ റേസിനെയും നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ആ ഇൻക്രിമെന്റിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഒരു കാര്യമേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അത് കാരണത്താൽ ആ ഇൻക്രിമെന്റ് ലഭിച്ചാൽ പോലും ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തത് കാരണം ആ ഇൻക്രിമെന്റിനെ നോക്കി ഓടിക്കൊണ്ടേയിരിക്കും. ഇതാണ് അഡ്വഞ്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ. ഇങ്ങനെയുള്ള കൃത്യമല്ലാത്ത ഗോൾ സെറ്റ് ചെയ്ത് പോകുന്ന ആളെ കുറിച്ച് ഓദർ പറയുന്നത് എന്തെന്നോ, ഫാറ്റ് മാൻ ഇൻ BMW എന്നാണ്. എന്തുകൊണ്ടെന്നാൽ അവർ പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും, എന്നാൽ എന്തിനാണ് സമ്പാദിക്കുന്നത് എന്ന് അവർക്ക് അറിയുകയില്ല. ഇതിന് ഓദർ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളൊരു ജോബിലിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ ഇൻക്രിമെന്റ് നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ജോലി നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇൻക്രിമെന്റിന്റെ മേലെയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പാഷനോട് കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റിനെ കുറിച്ച് ചിന്തയേ ഉണ്ടാവില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്രിമെന്റ് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ ഈ ജോലിയിൽ സന്തോഷവാനാണ് എന്ന് കരുതിക്കൊണ്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇതിനോടൊപ്പം ഓദർ എങ്ങനെയാണ് നമ്മുടെ ബോറിംഗ് ആയിട്ടുള്ള ലൈഫിനെ മാറ്റി ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ലൈഫാക്കി മാറ്റുക എന്നതിനെ കുറിച്ച് ചില ടിപ്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഓദർ ഇതിന് വെക്കുന്ന പേര് ഡ്രീം ലൈനിങ് എന്നാണ്. അതായത് ഡ്രീംസ് വിത്ത് ടൈം ലൈൻസ്. ആദ്യത്തേത് ഡിഫൈൻഡ് ഗോൾസ്. അതായത് നമ്മുടെ ഗോളിനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ വെക്കാതെ അതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരു വർഷത്തിനകം ഇത്ര സമ്പാദിക്കും എന്നൊരു ഗോള് വെക്കാതെ ആ ഗോളിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഇത്ര സമ്പാദിക്കും, അത് ഇങ്ങനെ സമ്പാദിക്കും, അതിൽ തന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ ഞാൻ ഇത്ര സമ്പാദിക്കും, അത് ഈ രീതിയിലാണ് സമ്പാദിക്കുക. ഇങ്ങനെ എത്രയധികം നിങ്ങളുടെ ഗോളിനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുവാൻ കഴിയുന്നോ അത്രയധികം അതിനെ മുറിച്ച് ഡിഫൈൻ ചെയ്ത് വെക്കൂ. അതായത് ആദ്യം നിങ്ങൾ ഗോൾ ഡിഫൈൻ ചെയ്യൂ. അടുത്തത് ഓദർ സ്പെസിഫിക് ആയി പറയുന്ന ഒരു വിഷയം, നിങ്ങളുടെ ഗോൾ അൺറിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് അവിശ്വസനീയമായ രീതിയിലുള്ള സത്യമായിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഇത് ചെയ്തേ ആകൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങുകയുള്ളൂ. ഇത് ഒരു എക്സ്റ്റേണൽ പുഷ് മാതിരിയാണ്. നിങ്ങളെ നിങ്ങളുടെ ഗോളിലേക്ക് ഈ പുഷ് തള്ളിവിടും. തേർഡ് വൺ, ചൂസ് റിഫ്രഷിംഗ് ആക്ടിവിറ്റീസ്. നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഡിഫൈൻ ചെയ്യൂ. നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ആകും. പിന്നെ നിങ്ങൾക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ വരും. അത് കാരണം മറ്റു ഓപ്ഷനൊന്നും ഇല്ലാത്തത് കാരണത്താൽ നിങ്ങൾ അടുത്ത ഗോളിലേക്ക് പോകാൻ തുടങ്ങും, അല്ലെങ്കിൽ അടുത്ത ഇൻക്രിമെന്റിനെ നോക്കി ഓടാൻ തുടങ്ങും. ഇതുപോലെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് ഡിഫൈൻ ചെയ്യാതെ വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴും പുതിയൊരു ഗോൾ നോക്കി ഓടുന്ന അവസ്ഥയായിരിക്കും. പിന്നെ അവസാനം തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇതെല്ലാം എന്തിനാണ് ഞാൻ അച്ചീവ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുകയുണ്ടാവില്ല എന്ന് മാത്രം.
ഓഥർ എപ്പോഴും ചെയ്യുന്ന പോലെ ഈ സെഷനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഓഥർ എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ ചാപ്റ്ററും ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒരു ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പ് പോലെയാണ് ഉണ്ടാവുക. ഒരു പേപ്പറും പെന്നും എടുത്തോളൂ, എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം എഴുതിക്കൊണ്ടേയിരിക്കൂ. ഒന്നാമത്തെ ചോദ്യം: ഈ ലോകത്തിലുള്ള എല്ലാവരേക്കാൾ നിങ്ങൾ 10 മടങ്ങ് ബുദ്ധിശാലിയാണ്. നിങ്ങൾ എന്തെല്ലാം കാര്യമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതിനെ 2 ടൈം ലൈനായി പിരിക്കൂ. ഒന്ന് 6 മാസത്തേക്കുള്ള ടൈം ലൈൻ, മറ്റൊന്ന് 1 വർഷത്തേക്കുള്ള ടൈം ലൈൻ. ഈ 6 മാസത്തെ ടൈം ലൈനിലും 1 വർഷത്തെ ടൈം ലൈനിലും നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് എഴുതൂ. ഒരു 5 വിഷയമോ 6 വിഷയമോ എഴുതിക്കോളൂ. ഇനി എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും എഴുതിക്കോളൂ. നിങ്ങൾക്ക് ആരായി മാറണം എന്നുള്ളതും അത് എഴുതിക്കോളൂ. ഈ 3 വിഷയങ്ങളെയും നിങ്ങൾ 6 മാസത്തെ ചാർട്ടിലും 1 വർഷത്തെ ചാർട്ടിലും എഴുതി ചേർക്കൂ. അഥവാ ഈ കാര്യം നിങ്ങൾക്ക് പൂരിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഏതോ ഒരു കാര്യം നിങ്ങളെ തടയുന്നുണ്ട് എന്നാണ് അർത്ഥം. 90% ഈ വിഷയത്തിൽ 90% ഈ കേസിൽ നിങ്ങളുടെ വിഷയം പണമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ബാങ്കിൽ 10 കോടി രൂപയുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ഓരോ ദിവസവും ഇത് എങ്ങനെയാണ് ചെലവാക്കുക എന്നതിനെക്കുറിച്ച് എഴുതൂ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ദിവസവും ഉത്സാഹത്തോടെ എണീക്കുക? നന്നായി ചിന്തിച്ച് ഈ 2 ചോദ്യത്തിനും ആൻസർ എഴുതൂ. മൂന്നാമത്തെ ചോദ്യം: റൈറ്റ് യുവർ ഫിനിഷ് ലൈൻ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകുമായിരിക്കുമല്ലോ. ആ ഉത്തരങ്ങളെ നോക്കിക്കൊണ്ടാണ് ഇനി എഴുതേണ്ടത്. അതായത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്ത് തീർത്താലാണ് നിങ്ങളുടെ ഗോളിനെ നേടി എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക. ആ കാര്യം എന്താണെന്ന് എഴുതൂ. അതായത് നിങ്ങളുടെ ഫിനിഷ് ലൈനിന് കൃത്യമായ ഡെഫിനിഷൻ കൊടുക്കൂ. ഒരു ഉദാഹരണം പറയാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ പാചകം ചെയ്യാൻ പഠിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നിരിക്കട്ടെ. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ എഴുതണം? ഒരാഴ്ചത്തേക്ക് ഡിന്നർ ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ പഠിച്ചാൽ എൻ്റെ ആ ഗോൾ നേടി എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് വേണം എഴുതാൻ. അതായത് നിങ്ങളുടെ ഗോളിന് നിങ്ങൾ തന്നെ ഒരു ഫിനിഷിംഗ് ലൈൻ ഉണ്ടാക്കി വെക്കണം എന്നർത്ഥം. ഇങ്ങനെ ഒരു ഫിനിഷിംഗ് ഡെഫിനിഷൻ ഉണ്ടാക്കി വെച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് വെറുതെ വിശ്വസിച്ച് കളയാൻ സാധ്യതയുണ്ട്. നാലാമത്തെ ചോദ്യം: നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ ഗോളുകളിൽ നിന്നും നിങ്ങൾക്ക് ഹൈലി എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു 4 ഗോളിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതൂ, അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യൂ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് TMI, അതായത് ടാർഗറ്റ് മന്ത്ലി ഇൻകം. ഈ 4 ഗോളുകളെ അച്ചീവ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര ഇൻകം ആവശ്യമുണ്ട്? ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ചില ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഇൻകം ആവശ്യമുള്ളൂ. ചില ഗോളുകൾക്ക് നമ്മുടെ സമയം മാത്രം മതിയാകും. ഒരു ഉദാഹരണത്തിന്, ഒരു നല്ല കുക്ക് ആയി മാറണം എന്നാണ് ഞാൻ ഗോൾ വെച്ചിട്ടുള്ളതെങ്കിൽ അതിന് 2 രീതിയിൽ ചെയ്യാൻ കഴിയും.